ആചാര്യനായ ശുക്രമഹർഷി മഹാബലിയെ ദാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമം ചെയ്തു. ആ ആചാര്യന്റെ പെരുമാറ്റം ശ്രദ്ധിച്ച മഹാബലി കുറച്ചാലോചിച്ചതിന് ശേഷം ഗുരുവിനെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ശ്രീ ഗുരു, അവിടുന്ന് അരുളി ചെയ്തത് വളരെ ശരിയാണ്. ശരിയായ ഒരു നിർദ്ദേശമാണ് അവിടുന്ന് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. പ്രാണൻ ത്യജിക്കുവാനും അതുപോലെ സർവസമ്പത്തും നശിക്കുവാനും കാരണമാകുന്ന ദാനം ചെയ്യരുതെന്ന് വ്യവസ്ഥയുണ്ട്. എന്നാൽ ആ വ്യവസ്ഥ വാസ്തവത്തിൽ ഭൗതികത്തിൽ മാത്രം ആഴത്തിൽ വിശ്വസിച്ചു മുന്നോട്ട് പോകുന്ന ഗൃഹമേധികളുടെ ധർമ്മമാണ്. ലൗകികങ്ങളായ നശ്വരങ്ങളായ ദൃശ്യപദാർത്ഥങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഗൃഹസ്ഥാശ്രമികൾക്കാണ് ഗുരു പറഞ്ഞതായിരിക്കുന്ന നിയമം പ്രധാനമായിട്ടും ബാധകമായി തീരുക. അവിടുന്ന് നിർദ്ദേശിച്ചിരിക്കുന്ന ഉപദേശം ഈശ്വരഭക്തന്മാർക്ക് ഉള്ളതല്ല. അതുകൊണ്ട് തന്നെ ഗുരു അവിടുത്തെ നിർദ്ദേശം എനിക്ക് സ്വീകാര്യമല്ല. ബ്രാഹ്മണ ബാലന്റെ മുഖത്ത് നോക്കിയിട്ട് വ്യാജം, പൊളിവചനം, കള്ളം അത് പറയുകയും ചെയ്യുക എന്നത് വിരോചനപുത്രനായ എനിക്ക് യോജിച്ചതല്ല. അല്ല, ഇനിയിപ്പോ അവിടുന്ന് അറിയിച്ചതുപോലെ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് ഈ ബ്രാഹ്മണ ബാലനെങ്കിൽ അവിടത്തേക്ക് ഞാൻ സർവസ്വവും ദാനം ചെയ്യുക തന്നെയല്ലേ വേണ്ടത്? അവിടത്തെ പോലുള്ള ഋഷീശ്വരന്മാര് കാട്ടിൽ പോയിട്ട് കഠിനമായിട്ട് തപസ് ചെയ്യുന്നത് സാക്ഷാൽ ഈശ്വരീയ മഹിമയുടെ പ്രസാദത്തിന് വേണ്ടിയല്ലേ? ആ ഈശ്വരീയ മഹിമയുടെ പ്രധാന പ്രതിനിധിയായിരിക്കുന്ന വൈകുണ്ഠനാഥനായ സാക്ഷാൽ മഹാവിഷ്ണുവാണ് ഇപ്പോ എന്റെ മുൻപിൽ വന്നിരിക്കുന്നതെങ്കിൽ ആ പ്രതിഭാസത്തിന് മുന്നിൽ ആ ഈശ്വരന് വേണ്ടി എനിക്ക് സർവവും സമർപ്പിക്കുവാൻ സാധിച്ചാൽ അതെന്റെ മഹാഭാഗ്യമല്ലേ? മാത്രമല്ല, സത്യത്തെ ഉപേക്ഷിച്ച് കിട്ടുന്ന സ്വർഗസുഖത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. സത്യം ചെയ്താൽ എനിക്ക് ലഭിക്കുന്നത് നരകമാണെങ്കിൽ അതിനെ ഞാൻ ഭയപ്പെടുന്നുമില്ല. അതുകൊണ്ട് ഗുരു, ഞാൻ ഈ ബ്രാഹ്മണ ബാലനെ കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുക്കുവാൻ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്രകാരം തന്റെ പ്രിയ ശിഷ്യൻ സ്വധർമ്മനിഷ്ഠയില്
ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ തന്റെ ശിഷ്യന്റെ ഈശ്വരഭക്തിയും സത്യനിഷ്ഠയും കണ്ട ശുക്രാചാര്യർ പരമസന്തുഷ്ടനും കൃതാർത്ഥനുമായി. എന്നാൽ ഇവിടെ വാമനനായി വന്നിരിക്കുന്ന ഭഗവാന്റെ ദൗത്യം എന്താണ്? അസുരചക്രവർത്തിയാണെങ്കിലും അസുരകുലാംശജനാണെങ്കിലും മഹാബലി തന്റെ ദൗത്യം പൂർത്തീകരിക്കുവാൻ ഇവിടെ നിശ്ചയിച്ചുറച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വാമന ഭഗവാനും ഭഗവാന്റേതായിരിക്കുന്ന ഒരു ദൗത്യം ഇല്ലേ? അപ്പൊ ഭഗവാന്റെ ദൗത്യത്തിന് പ്രയോജനമാകുന്ന രീതിയിൽ ശുക്രാചാര്യ മഹർഷി തന്റെ പെരുമാറ്റത്തെ ചിട്ടപ്പെടുത്തുവാൻ തുടങ്ങി. കാരണം തന്റെ അനുഗ്രഹത്തിങ്കൽ തുടരുന്ന കാലത്തോളം ഭഗവാന്റെ ദൗത്യം പൂർത്തീകരിക്കപ്പെടുകയില്ല. ഭഗവാന്റെ ദൗത്യം പൂർണ്ണമാകണമെങ്കിൽ തന്റെ ശിഷ്യന് തന്റെ ക്രോധം, തന്റെ ശാപം ലഭിക്കുക തന്നെ വേണം. അതുകൊണ്ട് ക്രോധഭാവത്തെ പ്രകടമാക്കിക്കൊണ്ട് കുലഗുരുവായ ശുക്രാചാര്യ മഹർഷി പറയുവാൻ ആരംഭിച്ചു. അലയോ ബലി, നിന്റെ സകല നന്മയ്ക്കും കാരണം കുലഗുരുവായ ഞാനാണ്. എന്റെ ഉപദേശത്തെ നീ ഉപേക്ഷിച്ചു. അതുകാരണം നിന്റെ ഇഹലോക സമ്പത്ത് സർവസ്വവും നശിക്കട്ടെ. ഇപ്രകാരം ഗുരുവിന്റെ ശാപമേറ്റിട്ട് മഹാബലി തന്റെ സത്യത്തിൽ നിന്നും വ്യതിചലിക്കുവാൻ തയ്യാറായില്ല. 3 അടി ഭൂമി ദാനം ചെയ്യുവാനായിട്ട് അതിന്റെ വാഗ്ദാനം നിറവേറ്റുവാൻ വേണ്ടി ജലമെടുത്ത് ഞാനിതാ അങ്ങേക്ക് 3 അടി മണ്ണ് ഭൂമി ദാനമായിട്ട് നൽകാൻ നിശ്ചയിച്ചിരിക്കുന്നു, തീരുമാനിച്ചിരിക്കുന്നു. അങ്ങയുടെ പാദം കൊണ്ട് അളന്നെടുക്കാവുന്ന അടിഭൂമി അങ്ങേക്ക് അളന്നെടുക്കാവുന്നതാണ് എന്നുള്ള രീതിയിൽ മഹാബലി ഭഗവാനോട് അറിയിപ്പിക്കുകയുണ്ടായി. ആ ബലിയുടെ സമീപനം കണ്ടപ്പോഴോ ആജന്മശത്രുക്കളായ ദേവന്മാരു കൂടി മഹാബലിയെ തുതിച്ചു. അതാണ് പാരിജാത കുസുമങ്ങളെ കൊണ്ട് ദേവസമൂഹം ആ അസുര ചക്രവർത്തിയുടെ മുകളിൽ പുഷ്പവൃഷ്ടിയെ ചെയ്തു. ആ സമയത്ത് വാമനമൂർത്തി തന്റെ വിശ്വരൂപത്താൽ ത്രൈലോക്യത്തെ മുഴുവനും 2 അടിയായി അളന്നെടുത്തു. ദാനത്തിന് സത്യവാചകം ചൊല്ലിക്കഴിഞ്ഞതും ആ വടുവാമനൻ സർവലോകാലോകത്തെയെല്ലാം ഭേദിച്ചങ്ങ് വളർന്ന് വലുതായി. എന്നിട്ട് ആ പാദത്തിന്റെ 2 അടി കൊണ്ട് ത്രൈലോക്യം മുഴുവനും ഇപ്പോൾ അളന്നെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. 3ാമത്തെ അടിക്ക് 1 തരി മണ്ണ് പോലും ഇനി മഹാബലിയുടേതായിട്ടില്ല എന്ന നിലവിരുത്തി. ആ വാമനപാദം വളർന്നത് ബ്രഹ്മലോകത്തെയും അതിക്രമിച്ച് മുന്നിലേക്ക് വളരുവാൻ തുടങ്ങി. അപ്പോഴോ ആ ബ്രഹ്മലോകത്തെത്തിയ വാമനപാദത്തെ ബ്രഹ്മാവ് തന്റെ കമണ്ഡല ജലത്താൽ കഴുകി പൂജിക്കുകയുണ്ടായി.
പിന്നെയോ വാമനപാദം ബ്രഹ്മലോകത്തിൽ നിന്നും മേൽപോട്ട് പോയി ബ്രഹ്മാണ്ടം ഭേദിച്ച് കുറെ കൂടി മേൽപോട്ട് പോയി ബ്രഹ്മാണ്ടത്തിന്റെ പുറത്തുള്ളതായ കാരണജലം ഉള്ളിലേക്ക് ഒഴുകുവാൻ തുടങ്ങി. ഈ ജലമാണ് പതീതപാവനിയായ ഗംഗ. പാദാഗ്രത്തിൽ നിന്നും വളഞ്ഞ് തിരിഞ്ഞൊഴുകുന്ന ഗംഗ പാദമാകുന്ന ധ്വജത്തിൽ ആടിക്കളിക്കുന്ന കൊടിക്കൂറ പോലെ ആ വാമനമൂർത്തിയുടെ വിജയധ്വജത്തിലെ കൊടിക്കൂറയായിട്ട് പരിശോഭിക്കുകയും ചെയ്തു. ബ്രഹ്മരുദ്രാദി ലോക പാലന്മാർ എല്ലാം ആ വാമന സ്വരൂപിയായ ഈശ്വര മഹിമയെ സ്തുതിക്കുവാൻ മുന്നോട്ട് വന്നു. ആ സമയം ജാമ്പവാൻ എന്ത് ചെയ്തു? വാമനമൂർത്തിയുടെ വിജയത്തെ സർവ്വദിക്കിലും പെരുമ്പറ കൊട്ടി അറിയിപ്പിക്കുകയും ചെയ്തു. മഹാബലിയുടെ കൂട്ടുകാരായ അസുരന്മാര് വാമനമൂർത്തിയോട് യുദ്ധത്തിന് പുറപ്പെട്ടുവെങ്കിലും വിഷ്ണുപാർഷദന്മാരുടെ ഇടപെടലുകൾ കൊണ്ട് അവരെല്ലാം പരാജിതരായി തീരുകയുണ്ടായി. അപ്പോൾ മഹാബലി അസുരന്മാരോട് ഉപദേശിച്ചു, നിങ്ങൾ ഇനിവിടെ യുദ്ധം ചെയ്യേണ്ടതായിട്ടില്ല, എല്ലാവരും പിരിഞ്ഞു പോകും. അങ്ങനെ അസുരവർഗം പാതാളത്തിലേക്ക് പോവുകയും ചെയ്തു. വാമനമൂർത്തിയുടെ നിർദ്ദേശം അഭിപ്രായമനുസരിച്ച് ഗരുഡൻ മഹാബലിയെ വരുണപാശം കൊണ്ട് ബന്ധിക്കുകയും ചെയ്തു. സർവസ്വവും നശിച്ച് ബന്ധുക്കൾ കൈവിട്ട് ബന്ധനത്തിൽപ്പെട്ടിരിക്കുന്ന മഹാബലിയോടെ കരുണാവാരിധിയായ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു. ഭഗവാന്റെ ദൗത്യം പൂർത്തീകരിക്കുവാൻ വേണ്ടി വിശേഷാൽ ഇപ്പോൾ ഇവിടെ അവതരിച്ചിരിക്കുകയാണ്. ആ അവതാരമൂർത്തിയായ ഭഗവാന് തന്റെ ദൗത്യം പൂർത്തീകരിക്കുവാൻ യാതൊരു തരത്തിലുള്ള ദൗർബല്യങ്ങളും ബലഹീനതകളും ഒന്നും തടസ്സമല്ല. വാമനന് തന്റെ ദൗത്യം നിർവഹിച്ചേ സത്യം കഴിയും. അസുരകുലത്തിൽ മഹാബലി, പ്രഹ്ലാദൻ മുതലായവരെ പോലെ ഒന്നോ രണ്ടോ പേര് ധർമ്മിഷ്ഠന്മാരായിട്ട് ഉണ്ടാകാമെങ്കിലും, 1-2% പേര് അങ്ങനെ ഉണ്ടാവാമെങ്കിലും ഭൂരിപക്ഷവും അധർമ്മികളായിരിക്കും അസുരകുലത്തിൽ ഉണ്ടാവുക. അതുകൊണ്ട് ആ ഭൂരിപക്ഷം അധർമ്മികളെ നശിപ്പിക്കുവാൻ അല്ലെങ്കിൽ പരാജയപ്പെടുത്തുവാൻ കഴിയുമ്പോഴാണ് അതാത് ലോകങ്ങളിൽ സമൃദ്ധിയും സമാധാനവും വിജയവും ഉണ്ടാവുക. അപ്പോൾ ധർമ്മം സംരക്ഷിക്കപ്പെടണമെങ്കിൽ അധർമ്മികൾ ഇല്ലാതാവുക തന്നെ ചെയ്യണം. ധർമ്മരക്ഷയും അതുപോലെ അധർമ്മികളെ ശിക്ഷിക്കുകയും സാധുജനങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യാം. ഇതാണ് ഭഗവാന്റെ ഇപ്പോഴത്തെ ഇവിടുത്തെ പ്രത്യേക ദൗത്യമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോ ഭഗവാൻ മഹാബലിയോട് എന്താണ് പറഞ്ഞത്? അല്ലയോ മഹാബലി, അതിന് 3 അടി ഭൂമി എനിക്ക് തരാമെന്ന് വാഗ്ദാനം ചെയ്താണ്, വാക്ക് തന്നതാണ്. പറഞ്ഞത് പ്രകാരം എനിക്ക് 2 അടി ഭൂമി കിട്ടി ബോധിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ 3-ാമത്തെ അടി അളന്നെടുക്കാൻ ഇനി നിന്റെയായിട്ട് ശേഷിക്കുന്നത് യാതൊന്നുമില്ല. ഇപ്പോൾ നീ എനിക്ക് എല്ലാ പ്രകാരേണയും കടക്കാരനായിട്ട് തീർന്നിരിക്കുകയാണ്. നീ കയ്യിലില്ലാത്തതിനെ തരാമെന്ന് പറഞ്ഞ് എന്നെ പ്രലോഭനം ചെയ്യുകയാണ് ഇപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത്. വാക്കുപാലിക്കാത്ത നിനക്ക്
സ്വർഗമില്ലെന്ന് മാത്രമല്ല, നരകത്തിലേക്ക് പോകേണ്ടതായിട്ടും വരും. മഹാബലിയുടെ അഹങ്കാരം കളഞ്ഞ് ബലിയെ നന്നാക്കുവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇപ്രകാരം അല്പം പരുഷമായ ഭാഷയിൽ തന്നെ അവിടെ സംസാരിച്ചത്. ഭക്തന്മാരെ നന്നാക്കുവാൻ വേണ്ടി ഭഗവാൻ ഇപ്രകാരം പരിശോധിക്കുന്നു എന്നത് നമ്മെപ്പോലെയുള്ളവരെയെല്ലാം അല്പം വിഷമിപ്പിക്കുന്നതാണ്. എന്നാലും ആലോചിച്ചു നോക്കിയാൽ അത് നമുക്ക് സമാധാനം നൽകുന്നതുമാണ്. മഹാബലിയെ ഇങ്ങനെ ഭഗവാൻ പല രീതിയിലും അധിക്ഷേപിച്ചു. എങ്കിലും സത്യസന്ധനായ മഹാബലി അല്പവും ചലിച്ചില്ല. ആ ശ്രീ വാമനമൂർത്തിയോട് മഹാബലി ഇങ്ങനെ പറഞ്ഞു: ഭഗവാനെ, അടിയൻ സത്യത്തെ ത്യജിക്കുകയില്ല. 3 അടി ഭൂമി തരാമെന്ന് പറഞ്ഞത് പ്രലോഭനവുമല്ല. വിശ്വരൂപമെടുത്ത് 2 അടി അളന്നെടുത്തതിലും ഈ ഉള്ളവന് അല്പവും ആക്ഷേപവുമില്ല. 3ാമത്തെ അടി ചെറിയ പാദം കൊണ്ട് അളന്നെടുത്ത് അടിയന്റെ സത്യത്തെ പാലിച്ചു തരണം. 3ാമത്തെ പാദം അടിയന്റെ ശിരസ്സിൽ അർപ്പിച്ച് അവിടുന്ന് എന്റെ സത്യത്തെ സംരക്ഷിച്ചു തരണം. എന്റെ സത്യവാക്യത്തെ പൂർണ്ണമാക്കി തരണം. ആയതുകൊണ്ട് അവിടുന്ന് 3ാമത്തെ പാദം അടിയന്റെ ശിരസ്സിൽ അർപ്പിച്ച് അളന്നെടുക്കണം. സർവസ്വവും നശിച്ചാലും നരകത്തിൽ പതിച്ചാലും അടിയൻ ഭയപ്പെടുന്നില്ല. എന്നാൽ പ്രഹ്ലാദന്റെ പൗത്രൻ വ്യാജം കാണിച്ചു എന്ന് വരുന്നതിൽ മാത്രമേ എനിക്ക് ഭയമുള്ളൂ. അസത്യം, അധർമ്മം, അനീതി, വ്യാജം, കാപഠ്യം ഞാൻ ചെയ്തു എന്നുള്ളത് എനിക്കൊരിക്കലും സന്തോഷത്തെ തരുന്നതല്ല. ഇങ്ങനെ മഹാബലി പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ വളരെ സന്തോഷിച്ച് മഹാബലിയുടെ ശിരസിൽ തൃപ്പാദം സമർപ്പിച്ച് അനുഗ്രഹിച്ചു. അങ്ങനെ ഗുരുഭക്തിയും സത്യസന്ധതയും എന്ന മഹാഗുണങ്ങളാൽ ഭഗവാന്റെ തൃപ്പാദം മഹാബലിയുടെ ശിരസിൽ അത്യധികം പരിശോഭിക്കുകയും ചെയ്തു. ഈ ശ്രീവിദ്യാപൂർണാദീക്ഷയിലൊക്കെ നിപാതദീക്ഷ വരുന്നുണ്ട്. പ്രത്യേക സങ്കല്പത്തോടുകൂടി ഗുരു ശിഷ്യരുടെ ശിരസിൽ പാദം വെച്ച് അനുഗ്രഹിക്കുന്ന ഒരു പ്രത്യേക ആചാരം, ചടങ്ങ്, ദീക്ഷ സമ്പ്രദായമുണ്ട്. അതിനെ അനുസ്മരിപ്പിക്കുമാറാണ് ഇപ്പൊ ഇവിടെ പാദദീക്ഷയെ ഭഗവാൻ മഹാബലിയുടെ ശിരസിൽ സമർപ്പിച്ചിരിക്കുന്നത്. തന്റെ ശിഷ്യന്റെ മഹാഭാഗ്യം കണ്ട് കൃതകൃത്യനായ ശുക്രമഹർഷി ആനന്ദാശ്രുവാൽ ആറാടി നിൽക്കുമ്പോൾ കുലവൃദ്ധനായ പ്രഹ്ലാദൻ തന്റെ പൗത്രന്റെ ശിരസിൽ തൃപ്പാദമർപ്പിച്ച് നിൽക്കുന്ന ഭക്തവത്സലിനെ കണ്ട് വന്ദിക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തിച്ചേർന്നു. വാമനപാദങ്ങളിൽ സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് സ്തുതിച്ചു. മഹാബലിയുടെ പത്നിയായ വിന്ധ്യാവലിയും ഭഗവാനെ നമസ്കരിച്ച് സ്തുതിച്ചു. ഈ സന്ദർഭത്തിൽ ബ്രഹ്മാവ് ഭഗവാനെ വന്ദിച്ചറിയിച്ചു: ഭഗവാനെ, സർവസ്വവും ദാനം ചെയ്ത് ഭക്തോത്തമനെ ബന്ധിച്ച് തലയിൽ ചവിട്ടുന്നത് ഭക്തവാത്സല്യത്തിന് കുറവല്ലേ? നോക്കൂ, സാക്ഷാൽ ബ്രഹ്മദേവന് പോലും ഭഗവാന്റെ ദൗത്യത്തില് അല്ലെങ്കിൽ ഭഗവാന്റെ കടമ നിർവഹണത്തില് സംശയം ജനിച്ചിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ലോകവാസികള് ഭഗവാൻ അരുതാത്തത് ചെയ്തു എന്ന് വിലപിച്ച് പറയുന്നതിൽ വല്ല എന്താ പറയാ, ഒരു അർത്ഥമില്ലായ്മ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം
സാക്ഷാൽ ബ്രഹ്മദേവൻ പോലും ഭഗവാന്റെ ദൗത്യത്തിൽ ഇവിടെ സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ അപ്പൊ ഇങ്ങനെ പറയണ്ടല്ലോ. അപ്പൊ പിന്നെ യുക്തിവാദികളോ നിരീശ്വരവാദികളോ അല്ലെങ്കിൽ ഭക്തന്മാർ ആരുമായിക്കൊള്ളട്ടെ, നമ്മുടെ ഭൂലോകത്തിലും പലരും നമ്മുടെ വാമനാവതാരം സംഭവത്തെയും അതിനുശേഷം വരുന്ന മഹാബലിയുടെ എന്താ പറയാ അവസ്ഥാവിശേഷത്തെയൊക്കെ വളരെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അത് ബ്രഹ്മദേവൻ തന്നെ അതിൽ സംശയിക്കുകയാണ് ചെയ്തത്. ബ്രഹ്മദേവൻ തന്നെ സംശയിച്ച സ്ഥിതിക്ക് പിന്നെ ആളുകൾ സംശയിക്കുന്നതിൽ വല്ല അതിശയോക്തിയുണ്ടോ? അതിശയോക്തിയൊന്നുമില്ല. പിന്നെ ബ്രഹ്മദേവൻ പറഞ്ഞു, മഹാബലിയെ അവിടുന്ന് വേഗം അനുഗ്രഹിച്ച് അദ്ദേഹത്തെ പൂർണ്ണകാമനാക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോ ഭഗവാൻ പറഞ്ഞു, അല്ലയോ ബലി, അങ്ങ് എന്നെ ജയിച്ചിരിക്കുന്നു. ദേവേന്ദ്രന് തുല്യമായ ഐശ്വര്യവും അടുത്ത മന്വന്തരത്തിലെ ഇന്ദ്രപട്ടവും ഞാൻ അങ്ങേക്ക് തന്നു കഴിഞ്ഞു. സ്വർഗത്തേക്കാൾ ഐശ്വര്യപൂർണമായ സുതലത്തിൽ അങ്ങ് സ്വജനങ്ങളോടുകൂടി ചെന്ന് വസിച്ചല. എന്റെ സുദർശനം സർവരക്ഷകളും ചെയ്ത് എല്ലായ്പ്പോഴും അങ്ങയുടെ കൂടെ അവിടെ ഉണ്ടായിരിക്കുകയും ചെയ്യും. വിശേഷിച്ചും എന്നെ സർവദാ കാണത്തക്ക വിധം ഞാൻ അങ്ങയുടെ ഗോപുരത്തിൽ തന്നെ അങ്ങയെ സർവദാ സംരക്ഷിച്ചുകൊണ്ട് ഇരുന്നു കൊള്ളുകയും ചെയ്യാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങേക്ക് ഭക്തിക്ക് യാതൊരു കുറവും സംഭവിക്കുകയില്ല. ഭക്തവത്സലനായ ഭഗവാൻ ഇപ്രകാരം മഹാബലിയെ പൂർണ്ണമായും അനുഗ്രഹിച്ചു. ഇതാണ് ഭഗവാന്റെ ദൗത്യം. ഇവിടെ ദേവനോ അസുരനോ രാക്ഷസനോ മനുഷ്യനോ അങ്ങനെയുള്ള ഭേദം വാസ്തവത്തിൽ വാമനന് ഭഗവാന് ഈശ്വരീയമായ മഹിമയ്ക്ക് ഇല്ല. ഏത് രീതിയിലുള്ള ധർമ്മം ആചരിക്കുന്നുവോ ആ രീതിയിലുള്ള അനുഭവം കർമ്മത്തിന്റെ ഫലമായിട്ട് വന്ന് ഭവിക്കുക തന്നെ ചെയ്യും. ഇവിടെ അസുരവംശജനായിട്ട് ജനിച്ചതാണ് മഹാബലിയാകുന്ന ചക്രവർത്തിയെങ്കിലും അദ്ദേഹം ധർമ്മിഷ്ഠനായിട്ട് ഭരിച്ചതുകൊണ്ട് എന്താണ്, അദ്ദേഹത്തെ ഗുരുവിന്റെ അനുഗ്രഹമുള്ളതുകൊണ്ട് പരാജയപ്പെടുത്തുവാൻ സാധ്യമാവുകയില്ലെങ്കിലും ഭഗവാൻ വിചാരിച്ചാൽ സാധ്യമല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? എങ്കിലും ഭഗവാൻ ആ ലോക മര്യാദയ്ക്ക് വേണ്ടി ആ പുരുഷോത്തമന്റെ ധർമ്മം കാണിക്കുവാൻ വേണ്ടി ഇവിടെ യാചിക്കുകയാണ് ചെയ്തത്, ദാനമായിട്ട് സ്വീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ദാനമായിട്ടാണ് മഹാബലിയെ അദ്ദേഹം അനുഗ്രഹിക്കുന്നതും ആശീർവദിക്കുന്നു. അത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. കണ്ടില്ലേ, ദേവന്മാർക്ക് പോലും അതുപോലെ എത്ര വലിയ തപസ്സികൾക്ക് പോലും ലഭിക്കാത്തതായിരിക്കുന്ന ഐശ്വര്യമാണ് ഭഗവാൻ ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ആ മന്വന്തര പട്ടം പോലും കൊടുത്തിരിക്കുകയാണ്. അടുത്ത മന്വന്തരത്തിൽ ഇന്ദ്രപട്ടം. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ നരകത്തിലേക്കല്ല ചവിട്ടിത്താത്തിരിക്കുന്ന, പാതാളത്തിൽ എന്താണ്, സ്വർഗത്തിനേക്കാൾ ഐശ്വര്യപൂർണമായിട്ടിരിക്കുന്ന സുതലത്തിലേക്കാണ് പറഞ്ഞയച്ചിരിക്കുന്നത്. അവിടെ ആ ബലിയുടെ പാറാവുകാരനായിട്ട് സാക്ഷാൽ ഭഗവാൻ തന്നെ നിലകൊള്ളുകയും ചെയ്യുകയാണ്. മഹാഭാഗ്യമല്ലേ? പറയൂ, അത് ശിക്ഷിക്കുക ആണോ? ഇത് യഥാർത്ഥ ശിക്ഷയല്ലേ? ശിക്ഷ എന്ന് വെച്ചാൽ ശീലഗുണം കൊടുത്ത് രക്ഷിക്കുക, സർവവിധേനയും അനുഗ്രഹിക്കലാണ്. അതല്ലേ ഇപ്പൊ ഇവിടെ ഭഗവാൻ ചെയ്തത്? ഇതിലെന്താണ് തെറ്റ്? അങ്ങനെ ആ ജഗന്മയന്താവായ ഭഗവാന്റെ അനുഗ്രഹ വിശേഷം അനുഭവിച്ചറിഞ്ഞ മഹാബലി ഗദ്ഗതകണ്ഠനായിട്ട് ഭഗവാനെ സ്തുതിക്കുകയുണ്ടായി. പ്രഹ്ലാദൻ തുടങ്ങിയ സജനങ്ങളോട് കൂടിയിട്ട് മഹാബലി സുതലത്തിലേക്ക് പോകുകയും ചെയ്തു. ഭഗവാന്റെ ആജ്ഞയനുസരിച്ച് ശുക്രമഹർഷി പിന്നീട് ആ വിശ്വജിത്ത് യാഗം പൂർത്തിയാക്കുകയും ചെയ്തു. മഹാബലിയെ ഇത്രയും ഭക്തനും സത്യസന്ധനുമാക്കിയതിൽ ശുക്രനോടുള്ള സന്തോഷം കൊണ്ടാണോ ഭഗവാൻ ആ ശ്രീകൃഷ്ണാവതാരം
ശുക്രപുത്രിയായ ദേവയാനിയുടെ വംശത്തിലാക്കിയതെന്ന് ചില പണ്ഡിതന്മാര് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വാമന വിജയത്തെ നാടെങ്ങും വിളംബരം ചെയ്ത ആ തന്ത്രഭോജിതം പെരുമാറിയതില് ജാമ്പവനോടുള്ള സന്തോഷം കൊണ്ടാണോ ഭഗവാൻ കൃഷ്ണാവതാരത്തില് അദ്ദേഹത്തിന്റെ പുത്രിയെ കല്യാണം ചെയ്തതെന്നൊക്കെ നമ്മുടെ പല പണ്ഡിതശ്രേഷ്ഠന്മാരും മുൻപേ വെളിപ്പെടുത്തി പോയിട്ടുണ്ട്. ദശാവതാരങ്ങളിലും ഉള്ളതായ ഭക്തപ്രമുഖന്മാരെയെല്ലാം പൂർണ്ണാനുഗ്രഹം ചെയ്യുന്നത് കൃഷ്ണാവതാരത്തിലാണെന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നുമുണ്ട്. അങ്ങനെ ഭഗവാൻ വാമനൻ ഈ സന്ദർഭത്തിൽ രണ്ട് സ്വരൂപം എടുത്തുകൊണ്ട്, ഒന്ന് മഹാബലിയെ അനുഗ്രഹിക്കാൻ വേണ്ടി സുതലത്തിലേക്കും പിന്നെ ഇന്ദ്രന്റെ അനുജനായിക്കൊണ്ട് ദേവലോകത്തിലേക്കും എഴുന്നള്ളുകയും ചെയ്തു. പിതൃക്കളുടെയും അതുപോലെ ദേവന്മാരുടെയും പ്രീതിക്ക് പ്രത്യേകിച്ചും ഭഗവത് ഭക്തിക്കും ഈ വാമനാവതാര കഥ വായിക്കുന്നതും അതുപോലെ എന്താ പറയുക ശ്രവിക്കുന്നതും ശ്രവിപ്പിക്കുന്നതും വിചാരം ചെയ്യുന്നതും വളരെ വിശേഷമായിട്ടുള്ളതാണ് എന്ന് ഫലശ്രുതിയും പറഞ്ഞുകൊണ്ട് ആ വാമനാവതാരം കഥയെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ സത്കർമ്മങ്ങളെക്കുറിച്ചാണ് ഈ 8ാമത്തെ സ്കന്ധത്തില് മന്വന്തരാണി സദ്ധർമ്മങ്ങളെക്കുറിച്ചിട്ടാണ് ഇവിടെ ചർച്ച ചെയ്യുന്നതെന്ന് നമുക്ക് വിഷയത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ചു. അപ്പോ ഈ വാമനാവതാരം, വാമന ദൗത്യം, അതിൽ നിന്നും എന്താണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്? അതായത് പ്രതിജ്ഞാപൂർത്തി എന്ന് പറയുന്ന സദ്ധർമ്മമാണ് വാമനാവതാര ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്. പ്രതിജ്ഞാപൂർത്തി, സത്യസംരക്ഷണം, സത്യനിഷ്ഠ. ഇവിടെ സർവസ്വവും നഷ്ടമായപ്പോഴും ആ മഹാബലി വ്യതിചലിക്കാതെ തന്റെ പ്രതിജ്ഞയെ നിറവേറ്റുകയാണ് ചെയ്തത്. അല്ലേ? തന്റെ സർവസ്വം നഷ്ടമായി, എന്നിട്ടും ആ അസുരകുലത്തിൽ ജനിച്ചിട്ടു കൂടി മഹാബലി തന്റെ വാക്കിനെ വിപുലമാക്കുവാൻ ശ്രമം ചെയ്തില്ല. അവിടെ പറയുന്നുണ്ട്, ബലി ജീവിതമാകുന്ന വൃക്ഷത്തിന്റെ പൂവും കായും സത്യമാണ്. ജീവിതം, അതിനെ ഒരു വൃക്ഷത്തിനോട് നമുക്ക് ഉപമിക്കുവാൻ സാധിച്ചാൽ ആ വൃക്ഷത്തിലെ പൂവായിട്ടും കായായിട്ടും പ്രതിഫലിക്കുന്നത് എന്താണ്? സത്യമാണ്. ഒരു ജീവിത വിജയത്തിന്, ധർമ്മസംഗ്രഹത്തിന്, ലോക സംരക്ഷണത്തിന് ആവശ്യമെന്താണ്? സത്യധർമ്മ നിഷ്ഠയാണ്. അപ്പോ പ്രതിജ്ഞാപൂർത്തി എന്ന് പറയുന്ന സദ്ധർമ്മം നമുക്കിവിടെ കാണുവാൻ സാധിക്കുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ എന്താണ് ഈ പ്രതിജ്ഞാപൂർത്തി എന്ന് പറഞ്ഞാൽ? അത് സത്യപാലനം തന്നെയാണ്, സത്യസംരക്ഷണം. വാഗ്ദാനം എന്ത് ചെയ്യുന്നവോ അത് പ്രാവർത്തികമാക്കണം. ആളുകളെ സ്വാധീനിക്കാനും അതുപോലെ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള പ്രലോഭന വാക്യങ്ങളെ പറയുകയല്ല. താൻ ഏതൊന്നിനെയാണോ പറയുന്നത് ആയതിനെ പ്രായോഗികമാക്കുവാൻ, പ്രാവർത്തികമാക്കുവാൻ ശ്രദ്ധിക്കണം. ഇവിടെ യജ്ഞപുരുഷൻ തന്നെയാണ് അർത്ഥാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോ യജ്ഞപുരുഷനെ സർവസ്വവും സമർപ്പിച്ച് സത്യം സംരക്ഷിക്കുന്നതിൽ സംതൃപ്തി, ആനന്ദം, സായുജ്യം കണ്ടെത്തുക എന്നത് ഒരു പുണ്യാത്മാവിന് സാധിക്കുന്ന ധർമ്മമാണ്. നമ്മുടെ രതീജി, നമ്മുടെ ശിബി മുതലായവരെല്ലാം ജീവൻ കൂടി കൊടുത്ത് ധർമ്മം സംരക്ഷിച്ചത് ഈ ഭാഗവത ധ്യാനം ശ്രവിക്കുന്നവർക്കെല്ലാവർക്കും അറിവുള്ള വിഷയമല്ലേ?
അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ടത് സർവസ്വനാശത്തിലും സത്യം വിടരുത്. അതല്ലേ സാധു. ഇവിടെ സാധു, ഒരു സന്യാസി എന്ന് പറഞ്ഞാൽ എന്താ? പ്രാണൻ ത്യജിക്കേണ്ടി വന്നാലും ധർമ്മം ഉപേക്ഷിക്കാത്ത ആളെയാണ് സാധു എന്ന് പറയുന്നത്. നമ്മുടെ ഏറ്റവും പ്രിയമായിരിക്കുന്ന ആത്മാവ്, ജീവാത്മാവ്, പ്രാണൻ തന്നെ നമുക്ക് നഷ്ടമാകും എന്ന് വന്നാലും ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കാൻ പാടില്ല. ഇവിടെ പ്രാണനെ നിലനിർത്തുവാൻ വേണ്ടിയിട്ട്, അതുപോലെ സ്ത്രീകളോടും പുരുഷന്മാരോടും, അതുപോലെ നേരം പോക്കലും വിനോദത്തിനൊക്കെ വേണ്ടിയിട്ട് അല്പസ്വല്പം കള്ളം പറയുകയും ചെയ്യുകയും ചെയ്യാമെന്നൊക്കെ ആചാര്യര് നിർദ്ദേശിച്ചിട്ടും മഹാബലി അത് ചെയ്യുകയുണ്ടായില്ല. തന്റെ സർവൈശ്വര്യങ്ങളും രാജാധികാരവും എല്ലാം നഷ്ടമായിട്ടും തന്റെ വാക്കിനെ, സത്യത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് സ്വജീവൻ തന്നെ സ്വമനസാൽ ദാനം ചെയ്യുകയാണ് മഹാബലി ചെയ്തത്. എന്താണ് അങ്ങനെ ചെയ്യാൻ കാരണം? കാരണം ഇവിടെ ഗുരുവിന്റെ ശാപം കിട്ടിയിട്ടും മാറിയില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ ഗുരുവിന്റെ ശാപം ശിഷ്യനെ ഉത്തമനാക്കാൻ വേണ്ടിയിട്ടുണ്ടായിട്ടുള്ളതാണ്. ശിഷ്യന്റെ ധർമ്മനിഷ്ഠയെ, ആ സത്യനിഷ്ഠയെ അടിച്ചുറപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഇവിടെ ഗുരുവിന്റെ ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ ചക്രവർത്തി പദം പോലും നശിക്കും. എന്നാൽ ഈശ്വരനെ സംബന്ധിക്കുന്നത് എന്തെങ്കിലും നശിക്കുമോ? ഒരിക്കലുമില്ല. അല്ല, ആ ഈശ്വരീയമായ ശക്തിയുടെ നാമമന്ത്രത്തെ, മൂലമന്ത്രത്തെ ജപിച്ചും രൂപധ്യാനത്തെ, സൂക്ഷ്മധ്യാനത്തെ ചെയ്തും തന്റേതായിരിക്കുന്ന സ്വധർമ്മം ഈശ്വര പൂജയായി ആചരിച്ച് മുന്നോട്ട് പോകുകയാണ് ഈ ഭാഗവത ധ്യാനം ശ്രവിക്കുന്നവരുടെയും അല്ലാത്തവരുടെയും എല്ലാവരുടെയും ദൗത്യം, ധർമ്മദൗത്യം എന്നീ നിമിഷത്തിൽ നല്ലതുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. ഭഗവാന്റെ ജീവിതധർമ്മം, ജീവിത ദൗത്യം ഭഗവാൻ നിറവേറ്റിയിരിക്കുന്നു. ഇതുപോലെ ലോകവാസികളായിരിക്കുന്ന എല്ലാ വ്യക്തികളും അവരവരുടേതായിരിക്കുന്ന ജീവിതധർമ്മം പുലർത്തി മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം. നമ്മുടെ ഭഗവാന്റെ വിജയം കണ്ടപ്പോ നമ്മുടെ ജാമ്പവാൻ ചെണ്ടകുട്ടി ആ വിവരം എല്ലായിടത്തും അറിയിപ്പിക്കുകയുണ്ടായി എന്ന് നമുക്കിവിടെ കേൾക്കുവാൻ സാധിച്ചു. എന്താണത്? മനസ്സ് ഏറ്റവും വലിയ വൃത്തിയാൽ ആനന്ദത്തിലായി. കാരണം മനസ്സിന്റെ പ്രതീതിയായിട്ടാണ്, അല്ലെങ്കിൽ പ്രതീകമായിട്ടാണ് ഇവിടെ ഹനുമാനും അതുപോലെ ജാമ്പവാനും ഒക്കെ നിലകൊള്ളുന്നത്. അപ്പോ ആ മഹാബലിയാകുന്ന ആത്മാവിന്റെ, മനസ്സിന്റെ സ്ഥിതിവിശേഷത്തെയാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ബ്രഹ്മാകാര വൃത്തി. ബ്രഹ്മാകാര വൃത്തി കൊണ്ട് ജീവൻ ഉന്മനി അവസ്ഥയെ പ്രാപിച്ച, ആ ആത്മാരാമ പദവിയെ പ്രാപിച്ച മനസ്സിന്റെ വൃത്തി നിലയെയാണ് ഇവിടെ കാണിക്കുന്നത്. കരസത്വഗുണത്തില് ആ സത്യനിഷ്ഠ ഉറയ്ക്കുമ്പോഴാണ് അങ്ങനൊരു പരിസ്ഥിതിയിലേക്ക് ജീവനെ ഉയരുവാൻ സാധിക്കുന്നത്. നമ്മുടെ ആ സത്വഗുണം
നല്ലതുപോലെ പ്രകാശിച്ച് നിലനിൽക്കണമെങ്കിലോ പ്രതിജ്ഞയെ പാലിക്കുവാൻ സാധിക്കണം. വാക്കിനെ പുലർത്തുവാൻ, അതിനെ പാലിക്കുവാൻ വാഗ്ദാനം. അപ്പോ നമ്മൾ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെ വാഗ്ദാനം നൽകാവും. ഇവിടെ ചക്രവർത്തികളല്ല, തന്നെ സമീപിച്ചവരെ വേറൊരാളെയും ജീവിത അവസാനം വരെയും സമീപിക്കാൻ പാടില്ല എന്നതായിരുന്നു മഹാബലിയുടെ തീരുമാനം. എന്നപോലെ ഭഗവാനോ താൻ അനുഗ്രഹിക്കുന്നവരെ അവർക്കെന്താണ് ജീവൻ മുക്തിയും വിദേഹമുക്തിയും കൊടുക്കുമെങ്കിലും ഇഹവര ലോകത്തിലെ ഐശ്വര്യവും കൊടുക്കും. അതല്ലേ അടുത്ത മന്വന്തരത്തിലെ മന്വന്തര പദവിയും ഇന്ദ്രപക്ഷവും ഇവിടെ മഹാബലിക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോ സത്വഗുണം മറയ്ക്കുമ്പോഴാണ് ആനന്ദം. ഇവിടെ പറയുന്ന ആനന്ദം വിഷയാനന്ദമല്ല, അത് ബ്രഹ്മാനന്ദമാണ്. നിരപേക്ഷമായി, നിർഗുണമായി, നിസ്സംഗമായി ആത്മവസ്തുവിൽ മാത്രം, ഞാൻ എന്നിൽ മാത്രം, ജ്ഞാനന്ദ അവബോധത്തിൽ മാത്രം അമർന്നിരിക്കുന്ന മനസ്സിന്റെ സ്ഥിതിവിശേഷം. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു ആനന്ദത്തിന് തടസ്സമായിരിക്കുന്നത് എന്താണ്? ഞാനും എന്റേതും എന്ന ഭാവമാണ്. ധൃതരാഷ്ട്രത്വം, ധൃതം രാഷ്ട്രത്വം. ഈ രാഷ്ട്രത്തിൽ, ഈ ഭൂമിയിൽ, അല്ലെങ്കിൽ ശരീരത്തിൽ, അല്ലെങ്കിൽ ദൃശ്യത്തിൽ ഇതെന്റേതാണ്, ഞാനാണ് എന്നുള്ള രീതിയിൽ അഹന്താ മമതകളാണ് നമ്മുടെ ആനന്ദത്തിന്, ആത്മാവിന്റെ സായുജ്യത്തിന്, ആത്മാനുഭവത്തിന് പ്രതിബന്ധം, പ്രതികൂലം, തടസ്സമായിട്ട് നിൽക്കുന്നത്. അപ്പോ രണ്ടടി കൊണ്ട് ഭഗവാൻ അളന്നെടുത്തു എന്ന് പറയുന്ന സത്യത്തിൽ എന്താണ്? താത്വികമായിട്ട് ചിന്തിക്കുമ്പോ ജ്ഞാനം എന്റേതും എന്നുള്ള ആ അഹന്ത മമതയെയാണ്, ഇതന്തയെയുമാണ്. ഞാനെന്നും എന്റേതെന്നുമുള്ള ആ ഭാവനയെയാണ്, ആ കൽപ്പനയെയാണ്, ആ അഭിമാനത്തെയാണ്, ആ അഹങ്കാരത്തെയാണ് ഭഗവാൻ ഒന്നും രണ്ടും അടികൾ കൊണ്ട് അകർന്നെടുത്തു എന്ന് പറയുന്നത് താത്വികമായിട്ട് ചിന്തിക്കുന്നു. ധ്യാനിച്ച് മനസ്സിൽ ബ്രഹ്മാകാര വൃത്തി ഉണ്ടാക്കണം. അങ്ങനെ സംഭവിക്കുമ്പോഴോ ഞാനും എന്റേതും എന്നുള്ള ഭാവന നഷ്ടപ്പെടും. അപ്പോഴോ ഇവിടെ ഭഗവാൻ ചെയ്യുന്നത് പോലെ ജീവനെ സുതലത്തിലേക്ക് പോകുവാൻ സാധിക്കും. സുതലത്തിലേക്ക് വിട്ടത് ആരോടൊപ്പമാണ്? പ്രഹ്ലാദന്റെ കൂടെയാണ്. ഇവിടെ സുതലം എന്ന് പറഞ്ഞാലോ സൃഷ്ടു, നല്ല തലം, സുദർശനം, സമ്യക് ദർശനം, ജ്ഞാനാനുഭവം, ജ്ഞാനം, ആ ഏകം ഏവ അദ്വിതീയം ബ്രഹ്മ എന്നുള്ള ആത്മാവിന്റെ നിത്യനിരതിശയ ആനന്ദമായിരിക്കുന്ന ആത്മാവിന്റെ പൂർണ്ണാവബോധം ആർജിക്കുന്ന തലമാണ് സുതലം. അങ്ങനെയുള്ള സുതലത്തിലേക്ക്, അതും ആരോടുകൂടി? പ്രഹ്ലാദനോടുകൂടി എന്ന് പറഞ്ഞാൽ ഉത്തമ ഭക്തനോടും കൂടിയിട്ട്. ഉത്തമ ഭക്തനാണ് പ്രഹ്ലാദൻ, നിർഗുണ ഭക്തൻ. എന്നിട്ടോ അവിടെ വിഷയവൃത്തി വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ സംരക്ഷണവും കാവലും ഉണ്ടായിരുന്നു, പ്രൊട്ടക്ഷൻ, ഭഗവാന്റെ സംരക്ഷണവും. എന്നിട്ടോ അടുത്ത മന്വന്തരത്തിലെ ഇന്ദ്രപദവും കൊടുത്ത് അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. അതാണ് ഭഗവാൻ ചെയ്ത ദൗത്യം. അപ്പൊ ഇവിടെ നമ്മുടെ ഭഗവാൻ മഹാബലിയെ ശിക്ഷിക്കുകയാണോ അതോ രക്ഷിക്കുകയാണോ അനുഗ്രഹിക്കുകയാണോ ചെയ്തത്? അനുഗ്രഹിച്ച് രക്ഷിക്കുകയല്ലേ ചെയ്തത്? അതെ, അതാണ് ചെയ്തത്. ഇവിടെ ഈ വാമനൻ അവതരിക്കുന്നത് എപ്പോഴാണ്? പയോവ്രതമാകുന്ന വ്രതം കൊണ്ട്. അപ്പൊ പയോവ്രതം, ആ വ്രതം എടുത്തപ്പോഴോ സത്വഗുണം അധികരിച്ചപ്പോൾ ഉണ്ടായ അവതാരമാണ് ഭഗവാന്റെ അവതാരം. വ്രതമെടുക്കുന്ന മാസം അത് മീനമാസത്തിലാണ്. അപ്പൊ അങ്ങനെ പയോവ്രതത്തിൽ ഭഗവാനെ കണ്ടതുമാതിരി പതിയെ തനിക്ക് സന്തതിയെ പ്രദാനം ചെയ്യുന്ന രക്ഷിതാവിനെ, പത്നി, ഭാര്യ
സുമംഗലി ദർശിക്കണം. അപ്പൊ അങ്ങനെ ദർശിക്കുമ്പോഴോ ഈശ്വരനെ പോലെ ഭർത്താവിനെ കാണുമ്പോഴോ ഈശ്വരനെ പോലുള്ള മക്കളുമുണ്ടാകും. ഇവിടെ ഈ അഹങ്കാരജന്യമായി ലോകത്തിലെ എന്റെ പുത്രൻ എന്നത് മായയാണ്. എങ്കിലും ഇതിനെ ജയിപ്പാൻ, ഈ മായാമോഹത്തെ ജയിപ്പാൻ കശ്യപൻ പയോവ്രതത്തെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ വാമനാവതാരം കണ്ട ബലിയുടെ അഹങ്കാരം പോയി. ഇവിടെ എന്നെ രക്ഷിക്കുവാൻ ഭഗവാന് മാത്രമേ സാധിക്കൂ. അല്ലേ? അതാണിവിടെ എന്നെ രക്ഷിക്കുവാൻ ഭഗവാന് മാത്രമേ സാധ്യമാകൂ. അത് ഗജേന്ദ്രന്, അതുപോലെ ദേവന്മാർക്ക്, ഇപ്പോഴോ മഹാബലിക്കും ബോധ്യമായി. അപ്പോഴോ അങ്ങനെ ബോധ്യമായ അവരെല്ലാം ഇവിടെ രക്ഷിക്കപ്പെടുകയും ചെയ്തു. അപ്പോ ഈ ഭാഗവതധ്യാനം ശ്രവിക്കുന്ന നമ്മളും അറിയുക, ഒരു പുൽക്കൊടിയെപ്പോലും രക്ഷിക്കുവാൻ ഇവിടെ ആർക്കും സാധ്യമല്ല. ഇനി ആരെയും രക്ഷിക്കുവാൻ സാധ്യമാകുന്നതോ ആ ഈശ്വരീയമായ മഹിമയുടെ അനുഗ്രഹത്തിൽ, പാലനത്തിൽ വരുമ്പോഴാണ്. അപ്പോ ഈശ്വരൻ എന്നെ രക്ഷിക്കുന്നില്ലെങ്കിൽ എനിക്ക് രക്ഷയില്ല. ആയതുകൊണ്ട് ഞാൻ ഈശ്വരനാണ്, ബ്രഹ്മമാണ്, ഗുരുവാണ്, ശിഷ്യനാണ്, സന്യാസിയാണ്, ധർമ്മിഷ്ഠനാണ് എന്നുള്ള എല്ലാ അഹന്ത മമതകളും എല്ലാം ആ ഭഗവാന്റെ തൃപ്പാദ പത്മങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നാമരൂപങ്ങൾക്കും അതീതമായി പ്രകാശിക്കുന്ന, നാമരൂപത്തിന്റെയും പ്രകാശമായി പ്രകാശിക്കുന്ന ആ നിത്യചൈതന്യത്തിന്റെ ഏതെങ്കിലും ഒരു മൂലമന്ത്രത്തെ ജപിച്ചും ഏതെങ്കിലും ഒരു രൂപത്തെ ധ്യാനിച്ചും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ധർമ്മവും അവിടുത്തെ ആരാധനയാണ്, അവിടുത്തെ പൂജയാണ്, അവിടുത്തെ ധർമ്മമാണ് എന്ന് ബോധിച്ചുകൊണ്ട് ആ സർവേശ്വരീയമായ ഈശ്വരീയമായ മഹിമ തന്റെ ധർമ്മം കൊണ്ട് സംതൃപ്തമാകണം എന്ന അവബോധത്തോടുകൂടി ഈ ലോകത്തിൽ ജീവിച്ചു പോകുമ്പോൾ അത് തന്നെയാണ് എന്താണ് ആനന്ദമയമായ ധാർമ്മികമായ ജീവിതം എന്ന് ഈ ഭാഗവത ധ്യാനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ വാമനന്റെ ദൗത്യം, മഹാബലിയുടെ ദൗത്യം, ശുക്രാചാര്യരുടെ ദൗത്യം, ഗുരുവിന്റെ ദൗത്യം, അമ്മയുടെ ദൗത്യം, ഭർത്താവിന്റെ ദൗത്യം, പ്രജകളുടെ ദൗത്യം, രാജാക്കന്മാരുടെ എല്ലാം ദൗത്യം നമുക്കിവിടെ മനസ്സിലായിരിക്കുകയാണ്. അവനവന്റെ ദൗത്യം പൂർത്തീകരിക്കുന്നതോടുകൂടി ധർമ്മമാചരിക്കുന്നവർ പ്രത്യേകിച്ച് ആ ഈശ്വര മഹിമയെ അറിഞ്ഞ് ആദരിക്കുക എന്ന് മാത്രമേ ഈ സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളൂ. ഇനിയും നമുക്ക് ആ മത്സ്യാവതാരത്തെക്കുറിച്ചാണ് ചിന്തിക്കുവാനുള്ളത്. അതിനാരംഭിക്കാം. 8ാമത്തെ സ്കന്ധത്തിലെ അവസാനത്തെ 24ാമത്തെ അധ്യായത്തിലെ കഥ, മത്സ്യാവതാര കഥ. എന്താണ് മത്സ്യാവതാര ചരിതത്തിൽ നിന്നും നമുക്കറിയുവാനുള്ളത് നോക്കാം.